Hi friends, welcome to Simi's Nadan Kitchen. എല്ലാവരും സേഫ് അല്ലേ? ഇവിടെ ഞങ്ങളും സേഫ് ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസും ചിക്കൻ കീമയും വെച്ചിട്ടുള്ള ഒരു ബിരിയാണി ആട്ടോ. ഇതൊരു വെറൈറ്റി ബിരിയാണിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. 1.5 ഗ്ലാസ് അരി, 3 ഗ്ലാസ് വെള്ളം, ഒരു ബേ ലീഫ്, 3 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഇതള് ജാവിത്രി, 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഉപ്പ്, പകുതി നാരങ്ങ. ചില ആൾക്കാർ പറയുന്നുണ്ട് വെള്ളം വറ്റിച്ചെടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് വേവ് ആകുന്നില്ല അല്ലെങ്കിൽ കുഴഞ്ഞു പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബിരിയാണിയെ വറ്റിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ വേണം വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ്സിലാണ് അരി എടുത്തത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ്. അരി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈയും കൊണ്ട് ഒന്ന് വടിച്ച് ഇട്ട് കൊടുക്കുക. ദാ ഇതുപോലെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്ലാസിൻ്റെ ലെവലിലാണ് അരി ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഗ്ലാസ് അരി. പക്ഷേ നമ്മൾ വെള്ളം എടുക്കുമ്പോഴും ഇതുപോലെ തന്നെയല്ലേ വെള്ളം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണക്കായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഗ്ലാസ് അരി. അപ്പോൾ ഈ ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നാട്ടോ കണക്ക്. സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ഇന്ത്യ ഗേറ്റിൻ്റെ റൈസാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കതാണ് കൂടുതൽ വശം. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്ത്യ ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ കഴുകി വെച്ചിട്ട് കുതിർത്തൊന്നും വെക്കാറൊന്നുമില്ല കേട്ടോ. നമ്മൾ കഴുകി ഉടനെ തന്നെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയോ ചെയ്യുന്നത്. ഇത് വേറെ ഏതോ ബ്രാൻഡിൻ്റെ അരിയാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് അരമണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം വെള്ളം ഊറ്റിയെടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കാം. കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. ഇനി ഈ അരി നെയ്യിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അത് റോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പൊരിയണ പോലെ സൗണ്ട് കേൾക്കും. അന്നേരത്തേക്ക് നമുക്കിത് നന്നായിട്ട് മുരിഞ്ഞു എന്ന് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്കാട്ടോ അതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ വെള്ളം വറ്റിച്ചിട്ടാണ് വെള്ളം ഊറ്റിയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ആ നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസിൻ്റെ ഫ്ലേവർ എല്ലാം കൂടെ ആ വെള്ളത്തിൽ കൂടെ പോകും. ഇതാകുമ്പോഴത്തേക്കും ആ ചേർത്തേക്കുന്ന സ്പൈസസിൻ്റെ എല്ലാ ഫ്ലേവറും ഈ അരിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അരി ഒന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാം. വെള്ളം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. വെള്ളം എടുക്കുമ്പോൾ അതാ ഗ്ലാസ്, അപ്പം ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വരെ വെള്ളം എടുക്കണം കേട്ടോ. പകുതിക്ക് വെച്ച് വെള്ളം നിർത്തരുത്, മുകളിൽ വരെ വെള്ളം എടുക്കണം. അങ്ങനെ 3 ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ചോറിന് ആവശ്യമുള്ള ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളയ്ക്കുന്ന വരെ ഇത് അടച്ചു വെക്കേണ്ട, തുറന്നു വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ട്. തിളച്ചതിന് ശേഷം വേണം ഇത് അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ റൈസ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ലപോലെ ലോ ആക്കുക. എത്രയും കുറയ്ക്കാവോ അത്രയും നല്ലത്. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി വരണം. ഇപ്പോൾ ഈ റൈസിൻ്റെ അകത്ത് വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നോക്കാം, കണ്ടോ, ഇതിൽ വെള്ളം ഒട്ടുമില്ല. അതുപോലെ റൈസ് ഒരു 3/4 വേവ് ആയിട്ടുള്ളൂ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് അടച്ചു വെക്കാം. സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ തന്നെ അടച്ചു വെക്കുക. ഇനി ഇത് തുറക്കേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തന്നെ ഇരുന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ കീമ ഉണ്ടാക്കി എടുക്കണ്ടേ, ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി പിന്നെ അതുമല്ല, നമ്മളിത് കീമയിലോട്ട് ചേർത്തിട്ട് ദം ഇടുകയും കൂടി ചെയ്യും. അപ്പോൾ ഈ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് എടുത്തേക്കുന്നത് 250 ഗ്രാം ചിക്കൻ കീമ. അത് ഒരു കോഴിയുടെ 2 ബ്രസ്റ്റ് പീസാട്ടോ. 1/2 കപ്പ് ഗ്രീൻ പീസ് വേവിച്ചെടുത്തത്, 2 വലിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 3 മീഡിയം സൈസ് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1 പച്ചമുളക് ചതച്ചെടുത്തത്. ഇനി ഇതിന് വേണ്ട മസാലകൾ: 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടീസ്പൂൺ ഗരം മസാല. ഇനി വേണ്ട സ്പൈസസ്: 1/4 ടീസ്പൂൺ ജീരകം, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, 3 ഏലക്ക, 1 ബേ ലീഫ്, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 പകുതി ചെറുനാരങ്ങ, 3 ടേബിൾ സ്പൂൺ തൈര്. ഇത് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും വേണം. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ്, ഒരു ചെറിയ കഷ്ണം സവാള, കശുവണ്ടി,
മുന്തിരി, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ്, 1 ടീസ്പൂൺ ഓയിൽ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ 4 ടീസ്പൂണിന് 1 ടീസ്പൂൺ ആട്ടോ ഇതിലേക്ക് ഒഴിച്ചേക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ സവാള ഇട്ട് കൊടുക്കാം. ഈ സവാള ചെറുതായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് സവാളയും കശുവണ്ടിയും മുന്തിരിയും കോരിയെടുക്കാം. എണ്ണ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അത് മാത്രം കോരിയെടുത്തേച്ചാൽ മതി. ഇത് കണക്കാട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഓയിൽ ഫുള്ളായിട്ട് ഒഴിക്കാം. ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്, അത് ഫുള്ളായിട്ട് ഒഴിച്ചേക്കാം. ഈ എണ്ണയിലേക്ക് ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, ബേ ലീഫ്. ഇതിലേക്ക് ഞാൻ പറയാത്ത ഒരു കാര്യം കൂടിയുണ്ട്, കറുത്ത ഏലക്ക. ഇതുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് ചേർക്കാം. സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇടുന്ന ഉപ്പ് സവാളയ്ക്കും തക്കാളിക്കും വേണ്ടി മാത്രമാണ്. ഇനി ഇത് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം ഇത് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വരും. നോക്കാം. തക്കാളി ഇത്രയും വെന്തേച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെന്ത് അങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ മസാല പൗഡറുകളും ചേർക്കാം. ഈ പൊടിയുടെ പച്ച ഫ്ലേവർ ഒന്ന് പോകണം. നമ്മൾ ചേർത്തേക്കുന്ന പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇതിലേക്ക് ചേർക്കുന്ന തൈരാണ്. ഇതിലേക്ക് ചിക്കൻ കീമ ചേർക്കാം. ഗ്രീൻ പീസ്, ഇതൊരു 3/4 വേവ് ആയിട്ടുള്ളൂ കേട്ടോ. ഇട്ട് കൊടുക്കാം. പച്ച ഗ്രീൻ പീസ് ഇട്ടുവാണെങ്കിൽ അത് ചേർക്കാൻ നോക്കട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ല കളറ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. ഗ്രീൻ പീസിൻ്റെ അകത്ത് ഉപ്പ് ഞാൻ ചേർത്തിട്ട് വേവിച്ചതാണ്. കീമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തേച്ചാൽ മതി കേട്ടോ. മല്ലിയില, പുതിനയില, ചെറുനാരങ്ങ, ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ ഗ്രീൻ പീസ് ഫുള്ള് ഇട്ടിട്ടില്ല, കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ടാട്ടോ വേവിക്കുന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അതിന് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളം, ചിക്കനുണ്ട്, പിന്നെ തൈര്, തക്കാളിയൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് ഇത് നന്നായിട്ട് കുക്കായിട്ട് വരണം. തുറന്ന് നോക്കാം. ഇതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കും കേട്ടോ. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കരിയത്തൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഈ കീമ എങ്ങനെ ഉണ്ടാക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കിലോൻ്റെ ചിക്കൻ മേടിച്ചിട്ട് അതിൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്ത് മിക്സിയിലിട്ടിട്ട് ഞാനെന്നാൽ പച്ചയ്ക്ക് തന്നെ അരച്ചെടുക്കുമായിരുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ കടകളിൽ മേടിക്കാൻ കിട്ടും, ചിക്കൻ കീമ എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും കേട്ടോ. പക്ഷെ അതത്ര നല്ലതായിരിക്കത്തില്ല. അതിൻ്റെ അകത്ത് കുറേ നെയ്യും ചിക്കൻ്റെ നെയ്യൊക്കെ ചേർത്തിട്ടുണ്ടാവും. ഇത് വീണ്ടും അടച്ചു വെക്കാം. ഇതിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. വീണ്ടും അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കീമയുടെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചേക്കണ റൈസ് ചേർക്കാം. ഇപ്പോൾ കുറച്ചധികം സമയമായിട്ടുണ്ട്, നമ്മൾ റൈസ് ഉണ്ടായി നോക്കാം. ഇപ്പോൾ വെള്ളം നല്ലപോലെ വറ്റി കേട്ടോ. ഇപ്പോൾ നല്ല ചോറും ഉണ്ട്, ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അരി ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, നല്ല വിട്ടാണ് കിടക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് ചേർക്കാം.
റൈസ് കണ്ടോ ഒട്ടും തന്നെ ഒട്ടിയിട്ടില്ല, അതുപോലെ വെന്ത് ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല കറക്റ്റ് വേവിനകത്ത് നിൽക്കുന്നത് കേട്ടോ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യണേണ്. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് ദം ഇട്ട് കൊടുക്കാം. നമുക്ക് റൈസ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞ് ചേർക്കാം. വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി, മുന്തിരി, സവാള ചേർക്കാം. കുറച്ച് ഗ്രീൻ പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടെ ചേർക്കാം. ഇനി ഇത് അടച്ചു വെക്കാം കേട്ടോ. ഗ്ലാസിൻ്റെ മൂടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോൾ ഉണ്ടാവില്ല, ആ ഹോളൊന്ന് അടച്ചു വെക്കുക. എന്തെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മാറ്റിയിട്ട് സ്റ്റൗ കത്തിക്കുക. കത്തിച്ചതിന് ശേഷം ഒരു തവ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആ ബിരിയാണി എടുത്തു വെച്ചേക്കണ ആ പാത്രം വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം നല്ല ലോ ആക്കി വെക്കുക. എത്രയും ലോ ആക്കാവോ അത്രയും ലോ ആക്കി വെക്കുക കേട്ടോ. ഇനി ഇത് ഇങ്ങനെ തന്നെ ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കാം. അതിന് വെച്ചതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ തുറക്കണ്ട കേട്ടോ. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ നല്ല ചൂടായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തേക്കണ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ പെട്ടെന്ന് തന്നെ പോകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ടേ. അപ്പോൾ ചോറൊന്ന് നോക്കിക്കേ, ചോറ് ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല, നല്ല കറക്റ്റ് വേവാണ് അയക്കുന്നത് കേട്ടോ. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനത് ഒരു ബൗളിൻ്റെ അകത്തോട്ടാണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ബൗളിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് സവാളയും കശുവണ്ടിയും മുന്തിരിയും കൂടെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കണേന്. അതിനുശേഷം റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർന്നിട്ടുള്ള റൈസ് ഇടാം. കുറച്ച് ഇനി അടിയിലോട്ട് പോയിട്ട് കീമ ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുക്കാം. ഇതിടുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനിങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോഴത്തേക്ക് മുരളിയേട്ടന് ഇങ്ങനെ വെച്ച് വേണം കഴിക്കാനായിട്ട്. അത് ഏട്ടൻ പറയും ഇങ്ങനെ വെക്കുമ്പോഴാണ് ആ ഒരു ബിരിയാണിക്ക് കാണാനൊരു ഭംഗിയെന്ന്. ഇതുപോലെ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് ഡിമോൾഡ് ചെയ്യാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിക്കാം. ഇത് പതുക്കെ എടുക്കാം കേട്ടോ. അടിപൊളി. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് ചിക്കൻ കീമ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ചിക്കൻ വെച്ച് മാത്രമല്ല ബീഫ് വെച്ചും മട്ടൺ വെച്ചിട്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. അതുപോലെ ഞാൻ ഇതിൻ്റെ അകത്ത് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇത് ഞാനിതിന് മുന്നേ ചിക്കൻ വറുത്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ട്, അതിൻ്റെ അകത്ത് ഞാൻ ഇതുപോലെ സലാഡ് ഉണ്ടാക്കുന്ന ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളാം. ഇത് വിനാഗിരി ചേർത്തിട്ടുള്ള സലാഡാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ റൈസ് ആണെങ്കിലും ഓവർ കുക്കൊന്നുമല്ല, നല്ല കറക്റ്റ് പാകത്തിനാണ് വെന്തേക്കുന്നത്. ഉടഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടോ. ഇതാട്ടോ ഇതിൻ്റെ ടെക്സ്ചർ. ഞാൻ കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് സാധാരണ ബിരിയാണിയേക്കാളും കുറച്ച് വ്യത്യസ്തമായിട്ടൊരു ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ അകത്ത് നമ്മൾ ജീരകവും പിന്നെ കറുത്ത ഏലക്കയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു ഫ്ലേവറും കൂടി ഇതിൻ്റെ അകത്ത് അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്